ഹായ് ഫ്രണ്ട്സ്, അൻസബ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്. നമ്മളുടെ വീട്ടിലൊക്കെ വളർത്തുന്ന ചെടികൾ കൂടുതലായിട്ട് വന്നാൽ നമുക്കതിനെയൊക്കെ എങ്ങനെ വിറ്റ് തീർക്കാം എന്ന് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് കരുതിയത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ കൂടുതലായിട്ട് ഉള്ള ചെടികളൊക്കെ ഞാൻ എങ്ങനെയാണ് വിൽക്കുന്നത് എന്ന് നിങ്ങളോടും ഒന്ന് പങ്കുവെക്കാമെന്ന് തോന്നി. അപ്പോൾ ചെറിയ സ്ഥലത്തൊക്കെ നമ്മൾ ഇങ്ങനെ ചെടികൾ വളർത്തുന്നവർക്ക് ഒരുപാട് ചെടികളുണ്ടെങ്കിൽ അത് വെക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായി മാറും. പിന്നീട് ആ ചെടിയോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് കളയാനും പറ്റില്ല. അപ്പോൾ ഞാനൊക്കെ അതുപോലെ ഒക്കെ നട്ട് വെക്കാറാണ് പതിവ്. ഞാൻ എൻ്റെ വീട്ടിലുള്ള ചെടികളൊക്കെ മുമ്പൊക്കെ അടുത്തുള്ള ഷോപ്പിലൊക്കെ ഗാർഡനിങ് നഴ്സറിയിലൊക്കെ ചോദിക്കുമായിരുന്നു ചെടികൾ വേണമെന്ന്. അപ്പം നമുക്ക് ചെറിയ വിലയിലൊക്കെ നമ്മൾ അവിടേക്ക് കൊടുത്തിട്ട് അതിൽ നിന്നൊക്കെ ചെറിയ വരുമാനം നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ നമുക്ക് സ്റ്റാറ്റസുകൾ വേണമെങ്കിൽ വെക്കാൻ നന്നായിട്ട് റൂട്ടൊക്കെ പിടിപ്പിച്ചിട്ട് സ്റ്റാറ്റസും അതിൻ്റെ വില ഇട്ടിട്ട് സ്റ്റാറ്റസ് വെച്ചാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ വാങ്ങിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള ചെടികളൊക്കെ കൂടുതലായിട്ടും ഓൺലൈനായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ ഓൺലൈനായിട്ട് വിൽക്കുകയാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലൊക്കെ കൂടുതലായിട്ട് വരുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ റൂട്ടൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ചെടിയുടെ വീഡിയോയും അതിൻ്റെ വിലയും ഇട്ട് നമുക്ക് വീഡിയോ ചെയ്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലില്ലാത്ത കുറേ ചെടികളൊക്കെ വീട്ടിലുള്ള കുറേ ചെടികൾ ഇല്ലാത്തവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും. നമുക്ക് ചെറിയ വിലയിലാണ് നമ്മൾ ചെടികൾ കൊടുക്കുന്നതെങ്കിലും നമുക്ക് ചെറിയൊരു വരുമാന മാർഗം കൂടിയാണിത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാവുന്നതാണ്. എൻ്റെ വീട്ടിൽ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഞാൻ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കുറേ ചെടികളൊക്കെ വെച്ച് ബാക്കിയുള്ളതൊക്കെ അത് കട്ട് ചെയ്ത് വേരൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം വീഡിയോ ചെയ്തിട്ട് ഇതേപോലെ വിൽക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ അതൊരു ചെറിയൊരു വരുമാനം കൂടിയാണ്. നമുക്ക് പുതിയ ചെടികൾ വാങ്ങാനും അതിൻ്റെ ചട്ടികളൊക്കെ വാങ്ങാനൊക്കെ നമുക്ക് ക്യാഷൊക്കെ ചിലവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള പൈസയൊക്കെ നമുക്ക് നമ്മളുടെ ചെടികളിൽ നിന്ന് തന്നെ വിറ്റ് നമുക്ക് അതിൽ നിന്ന് തന്നെ അതിൻ്റെ കാശ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ചെടികളുണ്ട്. ഞാൻ കൂടുതലായിട്ടും ഈ ചാനലിൽ സെയിൽ വീഡിയോയാണ് ഇടാറുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഉപകാരമാവുന്നെങ്കിൽ ആയിക്കോട്ടെ. എന്നെപ്പോലെ ചെടികൾ വളർത്തുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു.